ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ ബാൽക്കണിയിലേക്ക് വന്നിട്ടിങ്ങനെ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുമായിരുന്നു. വിഷേട്ടൻ ഇന്ന് ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ വിഷേട്ടൻ വീട്ടിലുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് എന്തൊക്കെയോ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ദുബായിൽ എത്തി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പേര് കണ്ടിരുന്നു ആ വീഡിയോ. അതിൻ്റെ താഴെ ഹെയർ കട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി കമൻസും ഹെയർ കട്ട് മോശമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇട്ടിരുന്നത്. അത് കുഴപ്പമില്ല, അതിപ്പം ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ അങ്ങനെ കമൻറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ അതൊന്നുമല്ല എനിക്ക് വിഷമമായത്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് ഓപ്പൺ ടു ക്രിറ്റിസിസം. പക്ഷേ പല കമൻസും നമ്മളെ എന്താ പറയുക, ഒരു ബോഡി ഷേമിങ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ആദ്യം പറയാം. അപ്പോൾ ഇവിടെ ഡീപ്പ് ക്ലീനിങ്ങിൽ നമ്മളൊരു വീക്ക്ലി വൺസ് ഒരാളെ വിളിക്കും. അപ്പോൾ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കാറുണ്ട്. ഒരു ലേഡിയാണ് വരുന്നത്. അങ്ങനെ പുള്ളിക്കാരി വന്നിട്ട് ഇവിടെ എല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവർ തന്നെ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടുമായിരുന്നു. അവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവും. അങ്ങനെ എന്താ പറയുക, സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തു. ആദ്യം കിച്ചൺ ചെയ്തു, പിന്നെ ബെഡ്റൂം ചെയ്തു. അങ്ങനെ ഞാൻ മോളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയ സമയത്ത് ലിവിങ് റൂം എല്ലാം നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തു. 2 to 2.5 hours ആണ് എല്ലാം കൂടി ക്ലീൻ ചെയ്യാനായിട്ട് സമയമെടുത്തത്. അതിനുശേഷം അവർക്ക് അവർലി പേയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ പോയതിന് ശേഷം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചായ കുടിക്കാൻ തോന്നി. ഒരു എന്താ പറയുക, കുറച്ച് ഏലക്ക ഇട്ട ചായ കൊണ്ട് എനിക്ക് കുടിക്കാൻ തോന്നിയതെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇന്നൊന്ന് പുറത്തു പോകാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ പറ്റുന്ന പോലെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റീച്ച് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയാനാണെങ്കിൽ ഇങ്ങനെ ചീർത്തിരിക്കുന്നു, ഒട്ടും ചേരുന്നില്ല, മുഖത്ത് വണ്ണം തോന്നിക്കുന്നു, ഭയങ്കര വണ്ണം തോന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കമൻറ്റ് ഒരാളുടെ ഇപ്പോൾ ആരടുത്തെങ്കിലും പേഴ്സണലി പറയുമോ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊരു കമൻറ്റ് ഇടുമോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, പല ആൾക്കാരും പല പല സാഹചര്യത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവരേത് സാഹചര്യത്തിലാണെന്ന് നമുക്കൊരിക്കലും ഗസ് ചെയ്യാനോ പറയാനോ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്, എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഡിസീസ് അല്ല, ഇറ്റ്സ് എ കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കണ്ടീഷനെ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ അതിൽ ഒരു പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലൊരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റീസെൻ്റ്ലി ഒരു ഓർത്തോ കണ്ടീഷൻ കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രോപ്പർലി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടറിനോട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബോഡി കംപ്ലീറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന്. അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രോപ്പർലി ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ അതിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോരോ സാഹചര്യത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഒരു ജഡ്ജ്മെൻ്റലായിട്ട് കമൻറ്റ് ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ മോക്ക് വേണ്ടിയിട്ട് കിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മോളത് കഴിക്കാൻ മോക്ക് വലിയ ഇഷ്ടമാണ് കിച്ചടി. മുടി കട്ട് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാമായിരുന്നു മുടി കട്ട് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ചേരില്ലായിരിക്കും, ഒന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ ഹെയർ കട്ട് ചെയ്ത കാരണം എന്ന് പറയുന്നത് എൻ്റെ കൺവീനിയൻസ് കാരണമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ദുബായിൽ വരാൻ സമയത്ത് എനിക്കറിയാമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നാൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കാണുള്ളൂ, മോളെ മാനേജ് ചെയ്യാനും എല്ലാം. വിഷേട്ടൻ ഓഫീസിൽ പോകണം, എനിക്ക് എൻ്റെ വർക്ക് ഉണ്ട്, അപ്പോൾ അത് ചെയ്യണം. ഞാൻ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നനഞ്ഞ മുടി കൊണ്ട് കറങ്ങി നടക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് തല തോർത്തിട്ട് ഇറങ്ങുമൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് പ്രോപ്പർലി ഒരു റൂട്ടീനുണ്ട്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് മുടി നീളമുള്ളത് എനിക്കിഷ്ടമാണ്, ഷോർട്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്ന കൺവീനിയൻസ് ആണ്. അങ്ങനെ മോള് ഡെസേർട്ടും കഴിച്ചു, ഞാൻ ഉണ്ടാക്കി വെച്ച കിച്ചടിയും കഴിച്ചു. കിച്ചടി ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണമാണ് ഒരു സ്പൂൺ തൈരും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡറിലൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത് മോക്ക്. അതിനുശേഷം ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. ഇതൊരു റോസ്മേരി ഓയിലാണ്. ഒരു വീക്ക്ലി വൺസ് ഞാൻ ഈ ഒരു ഓയിൽ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യും, റൂട്ടിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രഷ് ഇതാണ് ഞാൻ ഷാംപൂ ചെയ്യാൻ സമയത്ത് ഹെയറിൽ സ്ക്രബ് ചെയ്യുന്ന ബ്രഷ്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഹെയർ കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും.
കുളിച്ചു, ഹെയർ ഡ്രൈ ചെയ്തു, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാനൊരു വൈറ്റ് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ച ടോപ്പാണ്. അപ്പോൾ അതിട്ടതിന് ശേഷം ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങി. വളരെ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. അതിനുശേഷം ഞാനൊരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് ഐബ്രോ സെറ്റിംഗ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇത് മാർസിൻ്റെ ബ്രഷാണ്, ഒരു 4-in-1 ബ്രഷാണ് മാർസിൻ്റെ. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ട്രാവലിംഗ് സമയത്തൊക്കെ ഈ ഒരു ബ്രഷ് മാത്രം മതി, നമുക്ക് കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് മാത്രം മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രഷാണ്. എന്നിട്ട് കുറച്ച് കാജൽ അപ്ലൈ ചെയ്തു, അതിനുശേഷം ബ്ലഷ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ റെഡിയായി. ഇനി ഞാൻ മാല, ഒരു ചെയിൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു H&M പോയപ്പോൾ. അപ്പോൾ അത് ഞാൻ ഇട്ടു. എനിക്ക് ആക്ച്വലി ഇന്ന് H&M കുറച്ച് ഡ്രസ്സ് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മെർഡിഫ് മോളിലാണ് ആദ്യം പോകുന്നത്. അപ്പോൾ മെർഡിഫ് മോളിൽ അതെനിക്ക് റിട്ടേൺ ചെയ്ത് വേറെ സൈസ് മാറ്റിയെടുക്കണം. അത് ഞാനൊരു 3 റിങ്സ് കയ്യിലിടുന്നുണ്ട്. അങ്ങനെ മോള് റെഡിയാക്കി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ്. ഒരു വൈറ്റ് ഡ്രസ്സാണ്, ഷർട്ട് ഡ്രസ്സാണ്. അങ്ങനെ നമ്മൾ റെഡിയായി. നമ്മൾ 3 പേരും കൂടി ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. വിഷേട്ടന് റെഡി. മോളെ കാർ സീറ്റിലിരുത്തിയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ നിന്ന് അവിടെ എത്തിയപ്പോഴത്തേനും പ്രാമിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മളിങ്ങനെ മെർഡിഫ് മോളിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ആദ്യം ഞാൻ H&Mൻ്റെ അകത്ത് കയറിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് ഞാൻ എല്ലായിടത്ത് വെച്ചു ആദ്യം. എന്നിട്ട് വിഷേട്ടൻ അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. മോളിച്ചിരി ഒന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി നടക്കണം എന്നുള്ളൊരു ഒത്തിരി സമയമൊന്നും പ്രാമിലിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മോളെ ഇറക്കി വിടും, സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ഒന്ന് ഇറക്കി വിടും നടക്കാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ PF ചാങ്ങിൽ പോയി. PF ചാങ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വളരെ ഫേമസ് ആണ്, അതൊരു ചെയിനാണ്. PF ചാങ്ങിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് അവിടുത്തെ ഡൈനമൈറ്റ് ഷ്രിമ്പാണ്. ഞങ്ങളെന്തായാലും ഡൈനമൈറ്റ് ഷ്രിമ്പ് കഴിച്ചില്ല, കാരണം ഒരുപാട് പ്രാവശ്യം പോയി അവിടെ നിന്ന് ഡൈനമൈറ്റ് ഷ്രിമ്പ് കഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ അവിടുത്തെ PF ചാങ്ങിൻ്റെ ഒരു സിഗ്നേച്ചർ സൂപ്പ് ഓർഡർ ചെയ്തു. ഒരു നൂഡിൽ സൂപ്പായിരുന്നു, ഫ്ലാറ്റ് നൂഡിൽസ് ഇട്ടൊരു സൂപ്പായിരുന്നു, അത് ഓർഡർ ചെയ്തു. പിന്നീട് നമ്മളൊരു പട്ടായും കൂടി ഓർഡർ ചെയ്തു. നമ്മൾ ഓവറായിട്ട് ഓർഡർ ചെയ്തില്ല. ഇപ്പോൾ ഞാനും വിഷേട്ടനും ഭയങ്കരമായിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവർ സജസ്റ്റ് ചെയ്യുന്ന ഫുഡെല്ലാം ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്യായിരുന്നു. നമ്മളിപ്പോൾ 2 പേരും മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് തീരത്തില്ല. പിന്നെ പാഴ്സൽ ചെയ്യണം, വീട്ടിൽ കൊണ്ടുവരും. ചിലപ്പോൾ അത് കഴിച്ചില്ലെങ്കിലായി. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് R&B പോകണം. R&B എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ടീഷർട്ട്സും, ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില ഡ്രസ്സസ് കൊള്ളാം, ചിലത് അത്ര നല്ലതല്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ മെയിനായിട്ട് എടുക്കാൻ പോയത്, എനിക്ക് പുറത്തിടുന്ന ഡ്രസ്സസ് ഒന്നും വേണ്ടായിരുന്നു. കാരണം ഞാൻ കൊണ്ടുവന്നതിൽ പുറത്തിടുന്ന ഒത്തിരി ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ്. എടുത്തതിന് ശേഷം വിഷേട്ടൻ ബില്ല് ചെയ്യാൻ പോയി. ആ സമയത്ത് ഞാനും മോളും കൂടി ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഷെറഫ് DJയിൽ പോയി. അവിടെ പോയിട്ട് മോക്കൊരു ടാബ് മേടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇമീഡിയറ്റ്ലി അല്ല, എന്നാലും നോക്കി വെക്കാമെന്ന് വെച്ചു. മോളിപ്പം മിസ് റേച്ചൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പം വളരെ ഇൻഫോർമേറ്റീവായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മിസ്സാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പുറത്തെങ്ങാനും പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മോക്ക് വേണമെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ മിസ് റേച്ചലൊക്കെ കാണാമല്ലോ. എപ്പോഴും അല്ല, സ്ക്രീൻ ടൈം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. പിന്നീട് ഞാൻ ഒരു ഫോൺ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മേടിക്കാൻ ഫൈനലൈസ് ചെയ്തില്ല. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി പുറത്തേക്ക്. ഒരു ഡിസേർട്ട് ഷോപ്പിൽ പോകണമായിരുന്നു. പക്ഷേ ഡിസേർട്ട് ഷോപ്പിൽ കയറിയതിന് ശേഷം മോള് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തന്നെ ഒട്ടും പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ വിഷേട്ടൻ അവിടുത്തെ ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഓർഡർ ചെയ്തു. അവിടുത്തെ വലിയ ഫേമസ് ആണെന്ന് പറഞ്ഞു. അതൊരെണ്ണം പാർസൽ മേടിച്ചു. എന്നിട്ട് നമ്മൾ വേഗം വീട്ടിൽ വന്നപ്പോൾ മോള് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. തിരിച്ച് വരാൻ സമയത്ത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കറങ്ങി കിടക്കണം. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു, മോളുടെ നാപ്പി. അപ്പോൾ അതിനെ പൊക്കാനൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ പുറത്തൊക്കെ കയറി നിപ്പായിരുന്നു ജോലി. അപ്പോൾ അങ്ങനെ പാർസൽ വന്നു. പിന്നെ അതിനുശേഷം ഞാൻ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എടുത്തു. വലിയ ഒരു അടിപൊളി പാക്കിംഗ് ആയിരുന്നു, വളരെ മിനിമൽ പാക്കിംഗ് ആയിരുന്നു. പക്ഷേ എന്നാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ചീസ് കേക്ക്. അപ്പോൾ അവർ കട്ട്ലറി സെറ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്പൂൺ എടുത്തു. നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാൻ 2 സ്പൂൺ മാത്രം കഴിച്ചു. ഇപ്പം ഞാൻ അധികം, ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ, തടി കൂടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം കഴിക്കുന്നില്ല. അപ്പം മോളെ ഇനി ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മോളെ ഒന്ന് കുളിപ്പിക്കണം. അപ്പം ഞാൻ ടബെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ മേക്കപ്പ് റിമൂവ് ചെയ്യാമെന്ന് വെച്ചു. മേക്കപ്പ് വലിയ ഹെവി ആയിട്ടൊന്നും ഇട്ടിട്ടില്ലെങ്കിലും
ഇപ്പോൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രമാണെങ്കിൽ പോലും എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാമാണ് എടുത്തിരിക്കുന്നത്. ക്ലെൻസിങ് ബാം അപ്ലൈ ചെയ്ത് ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് എമൽസിഫൈ ചെയ്തു, വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്ന് എമൽസിഫൈ ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു മൽമൽ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മൽമൽ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ സ്ഥിരം വൈപ്പ് ചെയ്യുന്നത്. വൈപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഈ മൽമൽ ക്ലോത്തിനെ ഞാൻ വാഷ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ചോക്ക് ഗ്രീൻ ടീ ടോണി മോളിയുടെ ക്ലെൻസറാണ്. അപ്പോൾ ഈ ക്ലെൻസർ എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീനായി. ഇനി എനിക്ക് കുഴപ്പമില്ല, ഇനി എനിക്ക് മോളെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. എന്നിട്ട് കിടക്കാൻ സമയത്തേനും എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനെല്ലാം അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.